പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് ബഹ്റിനിൽ നിന്നും അതീവ ഗൗരവകരമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബഹ്റിനിലെ തന്ത്രപ്രധാനമായ സൽമാൻ തുറമുഖത്തിന് സമീപമുള്ള നാവിക കേന്ദ്രത്തിന് നേരെ ഇറാന്റെ വൻ മിന്നലാക്രമണം. നാവിക സൗകര്യങ്ങൾക്ക് നേരെയുണ്ടായ ഈ അപ്രതീക്ഷിത കടന്നുകയറ്റം ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ട 61 മിസൈലുകളും 34 ഡ്രോണുകളുമാണ് ബഹ്റൈൻ വ്യോമ പ്രതിരോധ സേന പാതി വഴിയിൽ വെച്ച് തകർത്തെറിഞ്ഞത്. ആക്രമണത്തെ തുടർന്ന് നാവിക കേന്ദ്രത്തിലുണ്ടായ വൻ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കാൻ സിവിൽ ഡിഫൻസ് സംഘം ഇപ്പോഴും അക്ഷീണം പ്രയത്നിച്ചു വരികയാണ്. ഈ അടിയന്തര സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുമായി അടിയന്തരമായി ആശയവിനിമയം നടത്തി. ബഹ്റൈന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഇറാന്റെ ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ച അമേരിക്ക രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും സൈനിക സഹായവും ബഹ്റൈന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തന്നെ ബഹ്റൈന്റെ വ്യോമാതിർത്തി ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തി വരികയായിരുന്നുവെന്ന് നാഷണൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മിസൈലുകളെല്ലാം തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തും മുൻപ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിജയകരമായി തടയാൻ കഴിഞ്ഞിരുന്നു. നിലവിൽ രാജ്യത്തെ പൗരന്മാരുടെയും പ്രവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാ ഏജൻസികൾ കർശന ജാഗ്രതയിലാണ്. വ്യോമാതിർത്തികളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ പഴുതടച്ച സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും സംഭവ വികാസങ്ങൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. മേഖലയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.